എന്റെ പൊന്നെ എന്ത് പറയാനാണ്. ആ കല്യാണത്തിന് വരുന്നുണ്ട്. 14-ാം തീയതി അല്ലേ അടുത്ത മാസം? ആ വരും വരും. ഇല്ലില്ല, കുട്ടി സ്കൂളിലേക്ക് പോയിട്ടൊന്നുമില്ല. ഇടി പൊട്ടത്തി ഇത് സ്കൂള് കൂട്ടിയിരിക്കല്ലേ, ട്യൂഷൻ മാത്രമാണുള്ളൂ. ആ നിങ്ങൾ പിന്നെ അവിടെ ആയതുകൊണ്ട് നാട്ടിലത്തെ സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ശരി, വിളിക്കാം. ഇതെന്താ കാട്ടിയിട്ടുള്ളത്? ഇതെന്താ ഇതിന്റെ ബട്ടൺസ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇതിനോട് ഞാൻ പറഞ്ഞില്ല ആ കല്ലിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അലക്കരുത്. ഇവിടെ മിഷൻ പിന്നെ എന്തിനുള്ളതാണ്? അപ്പൊ അതിലിട്ടാ പോരെ. ഇത് ഞാൻ ഒരൊറ്റ തവണ ഇട്ടിട്ടുള്ളൂ. അത് വൃത്തിയായിക്കോട്ടെ. ആക്കങ്ങോട്ട് മണ്ണില് കുത്തിട്ടല്ലേ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ എന്താ കാട്ടാനേ മണ്ണ് പോയിട്ട് കുത്താൻ വേണ്ടിട്ട്? അതില് നല്ല കാട്ടാൻ തന്നെയാണ്. ഇത് ആകെ മണ്ണില് കുതിർന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് കുറച്ചേരം സോപ്പും പൊടി ഇട്ടിട്ട് ആ കല്ലുമലൊന്നും ഉരച്ച് കഴുകി. ഇപ്പൊ ഈ ബട്ടൺസ് എന്താ ചെയ്യാ? ആക്കിയപ്പോ ബട്ടൺസ് വാങ്ങാൻ പോലെ പണി. എത്ര പറഞ്ഞാലും എന്താ നമുക്ക് മനസ്സിലാവാത്തത്? മിഷ്യം വാങ്ങിയിട്ടുള്ള എന്തിനാണ്? വൃത്തിയാവാൻ വേണ്ടിട്ട് കല്ലുമട്ടിട്ടുണ്ട് വരയ്ക്കലല്ല. കഴുക എങ്ങനെ കഴുക? അവിടെ ഒരച്ചിട്ടുണ്ട് ഇല്ലാണ്ടേക്കല. ആഴ്ചയിൽ പാൻസ് എടുക്കലല്ലേ പണി. എത്ര പറഞ്ഞാലും മനസ്സിലാവരുത്. ചങ്ങായി എന്തിതാലും കുറ്റണിക്ക് മനസ്സമ്മതാനില്ല. വൃത്തിയായി കൂട്ടിച്ചിട്ട് ചെയ്ത കൊണ്ടവണം കണ്ടിട്ട് കുട്ടികൾ ഞാൻ കണ്ടോ. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഞാൻ എത്ര വെച്ചിട്ടാ സഹിക്കണത്. ഇന്നിപ്പോ എന്നെ കണ്ടില്ലേ, ആ പാന്റ് ഞാനൊന്ന് വൃത്തിയായിക്കോട്ടെ വെച്ചിട്ട് ആ കല്ലുമ്മലിട്ടുന്നുണ്ട് ഒരതി തിരുമ്പി കൊടുത്ത്. എന്റെ കഷ്ടകാലത്തിന് അതിന്റെ ബട്ടൺസ് പൊട്ടി. അതിനിവിടെ ഈ കൂടുമ്പോ മൊത്തം പൊളിച്ചിട്ടാ പോയിക്കണത്. ഇമ്മ എനിക്ക് പേടിയാവുണ്ട് കട കൊണ്ട് താമസിക്കാൻ. എനിക്ക് വയ്യമ്മ. ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ എപ്പോഴും ചീത്ത പറയും. നിസ്സാര കാര്യങ്ങൾക്കാ ചീത്ത പറയണതേ. നിസ്സാര കാര്യം മതി. ചായയില് പഞ്ചസാരൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാ പോരെ. അങ്ങനല്ല മഞ്ചത്തുള്ള ആൾക്കാര്. ഇത് അപ്പോഴത്തേക്കും ക്ലാസ് ഒക്കെ എടുത്തോണ്ട് വലിച്ചെറിയും. അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ടോണ്ട് പോകും. ഞാൻ കൊറേയൊക്കെ ക്ഷമിച്ചു നോക്കിണ്ട്. ഇപ്പൊ നിയന്ത്രണം പോയിക്കണ്. എനിക്ക് ഇന്നിങ്ങനെ നിക്കാൻ പറ്റൂലമ്മ. ഇല്ല എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഭയങ്കര പ്രശ്നമാണ്. എപ്പൊ നോക്കിയാലും കുട്ടീനെയും ചീത്ത പറയും, ഇനിയും ചീത്ത പറയും. ഞങ്ങക്ക് ആർക്കും ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരി അമ്മ. ഓക്കെ, ശരി. ഇപ്പൊ എന്തായാലും വീട്ടുകാരെ അടുത്ത് വിളിച്ചു പറഞ്ഞേ. ഇപ്പൊ എന്തിനാ ഇവിടുന്ന് ഫോൺ ചെയ്ത്? ഞാൻ എന്നെ എപ്പോഴും ഉപദ്രവിച്ചുള്ളൂ. നിങ്ങൾ എന്നെ ഉപദ്രവിക്കാറുണ്ട്. പഞ്ചസാര കുറവാ പറഞ്ഞിട്ടാ? ചായയില് പഞ്ചസാര കുറവാണ്. ഇപ്പൊ കുറച്ചു നേരം മുമ്പല്ലേ നിങ്ങൾ കിടന്നവിടെ ഇളകിണ്ടായിരുന്നത് ഒതപ്പ്. നിങ്ങള് ഷർട്ടിന്റെ ബട്ടൺ പൊട്ടി, പാന്റിന്റെ ബട്ടൺ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ നിസാര കാര്യമൊക്കെ എന്തിനാണ് വീട്ടിലേക്ക് വിളിച്ചെഴുന്നള്ളിപ്പിക്കണത്? അപ്പൊ അത് നിസാര കാര്യം നിങ്ങൾക്ക് അറിയല്ലേ. എന്നിട്ടിപ്പോ എന്താണ് അവരിന്നവിടെ കുടിയിറക്കോ? എന്റെ വീട്ടുകാര്? പിന്നെ എന്റെ വീട്ടുകാർക്ക് ഇത് വിളിച്ചവരൊക്കെ ഭ്രാന്തൊന്നും ഇല്ല. എന്നിട്ട് വേണം എന്റെ അമ്മ ഇരുന്ന് ടെൻഷൻ അടിക്കാനായിട്ട്. പിന്നെ ആർക്കാ? നാട്ടുകാരോടാ പറഞ്ഞേ? അല്ല, പിന്നെ ഇതിന്റെ അമ്മായിയമ്മ, അതായത് നിങ്ങളെ അമ്മയുടെ വിളിച്ചു പറഞ്ഞിരിക്കണത്. എന്തിനാ എന്റെ ഉമ്മാനോട് പറയേ? ഇപ്പൊ നിങ്ങക്ക് പതച്ചില്ലേ? അപ്പൊ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്റെ ഉമ്മാനെ വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? മക അല്ലെങ്കിൽ തന്നെ BP ആട്ടാ. അപ്പൊ വിളിച്ചിട്ട് നോണ പറഞ്ഞാണ്. ഒരിക്കലും പറയില്ല. നിങ്ങളെ ഒതുക്കണെങ്കിലേ നിങ്ങളെ അമ്മ തന്നെ വരണം ഇവിടെ. വിളിച്ചു പറയും. ഒരിക്കലില്ല മോനെ. എന്റെ അമ്മായിയമ്മ, അതായത് നിങ്ങളെ അമ്മ നാളെ ഇങ്ങോട്ട് വരും. അതോട് കൂടിയിട്ട് നിങ്ങളെല്ലാ പരിപാടി നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് കാട്ടിക്കുട്ടി ഇവിടെ കൂടുതലാ. നിങ്ങളൊരു വെല്യാളാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അവിടെ നാളെ തോടെ തീരും. അപ്പൊ ഈ എന്തിനാണ് ഉമ്മാനെ വിളിച്ച് പറയണെന്നാ? വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? പോരാ, നിങ്ങൾ അടക്കണമെങ്കിൽ നിങ്ങളെ അമ്മ എന്നെ ഇവിടെ വേണം. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുതലില്ല. നാളെ രാവിലെ എത്തും. ചായയും കടിയിലേക്ക് നിങ്ങൾ എങ്ങോട്ടും പോവില്ല. നിങ്ങളെ പടം ഞാൻ കെട്ടിടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കോൾ ഇങ്ങോട്ട് വരും. അപ്പൊ നിങ്ങൾ താനെ ഇങ്ങോട്ട് വന്നോളൂ. കുറച്ച് ദിവസം കാണാം. 1 മാസം ഇവിടെ നിൽക്കാൻ അമ്മ വരുന്നത്. പറയില്ല. എന്താടി പ്ലീസ് പറയൂല്ല.